മിശിഹായാൽ ഏറ്റവും സ്നേഹമുള്ളവരെ, വിശുദ്ധ ഗ്രന്ഥത്തിലുടനീളം നമ്മൾ പലപ്പോഴായി കാണുന്നതാണ് മാലാഖമാരുടെ സാന്നിധ്യം. അത് ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപാട് വരെ പല സന്ദർഭങ്ങളിൽ പല രൂപത്തിൽ വിവിധ മാലാഖമാർ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. നമുക്കറിയാം, അബ്രാഹത്തിനെ സോദോം ഗൊമോറ ദൈവം നശിപ്പിക്കുന്ന സമയത്ത് അതിനു മുന്നായി അബ്രാഹത്തിന്റെ സഹോദരൻ ലോത്തിന്റെ വീട്ടിലേക്ക് 2 മാലാഖമാരാണ് മനുഷ്യന്റെ രൂപത്തിൽ വരുന്നത്. ഇതേപോലെ പഴയ നിയമത്തിലുടനീളം മാലാഖമാർ വരുന്നുണ്ട്. ന്യായാധിപന്മാരുടെ പുസ്തകം 13-ാം അധ്യായത്തില് സാംസൺ ജനിക്കുന്നതിന് മുൻപായിട്ട് ദൈവദൂതൻ സാംസന്റെ മാതാപിതാക്കളുടെ അടുത്ത് എന്ന് പറഞ്ഞു, ഇതാ നിനക്ക് മക്കളില്ല, നീ വന്ധ്യയാണ്, നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, അതുകൊണ്ട് മേലിൽ വീഞ്ഞോ ലഹരി വസ്തുക്കളോ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ അരുത് എന്ന്. ഇങ്ങനെ ദൈവദൂതൻ മാലാഖ മുന്നറിയിപ്പ് കൊടുത്തു. പ്രിയപ്പെട്ടവരെ, ഇത് ദൈവത്തിൻ്റെ സന്ദേശ സംവാഹകരാണ് മാലാഖമാര്. സ്വർഗത്തിൽ നിന്നും കർത്താവിൻ്റെ സന്ദേശങ്ങൾ ഈ ഭൂമിയിൽ മനുഷ്യർക്ക് കൊടുക്കാനായിട്ടുള്ള സന്ദേശ സംവാഹകരാണ് മാലാഖമാര്. അത് പല ജോലികൾക്ക് പല മാലാഖമാരാണ് ഏർപ്പെടുന്നത്. എല്ലാ ജോലിയും കൂടെ, എല്ലാ കർത്തവ്യവും കൂടെ ഒരു മാലാഖയ്ക്കല്ല ദൈവം പരിമേൽപ്പിച്ചിരിക്കുന്നത്. പ്രധാനപ്പെട്ട ഓരോരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഓരോരോ ദൈവദൂതന്മാരുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ചില മാലാഖമാരുണ്ട്. അതാണ് 1 വിശുദ്ധ മിഖായേൽ, 2 വിശുദ്ധ റെപ്പായേൽ. ഇങ്ങനെയുള്ള ചില പ്രധാനപ്പെട്ട ദൈവദൂതന്മാരെ നമ്മൾ പരിചയപ്പെടുന്നുണ്ട്, നമുക്ക് മനസ്സിലാക്കാം. ചില ദേവാലയങ്ങൾ, നമ്മുടെ കേരളത്തിലെ തന്നെ ചില ദേവാലയങ്ങൾ മാലാഖയുടെ പേരിലാണ്. വിശുദ്ധ റെപ്പായേൽ മാലാഖയുടെ നാമത്തിലുള്ള ഏറ്റവും പ്രശസ്തമായ ദേവാലയമാണല്ലോ ഒല്ലൂരിലെ. പ്രിയപ്പെട്ടവർ ഓർക്കണം, ഇങ്ങനെ മാലാഖമാരുടെ സാന്നിധ്യം പഴയ നിയമത്തിൽ ശക്തമായ വിധത്തിൽ ഉണ്ട്. എപ്പോഴും അത് ചില മാലാഖമാർ സംരക്ഷകനായിട്ട്, ചില മാലാഖമാർ മുന്നറിയിപ്പ് കൊടുക്കുന്നവരായിട്ട്, ചില മാലാഖമാർ തിന്മയെ ആട്ടി പുറത്താക്കുന്നതിനായിട്ട്, ചില മാലാഖമാർ സദാസമയവും നന്മയുടെ വഴിയിലൂടെ നയിക്കുന്നവരായിട്ട്. ഇങ്ങനെ മാലാഖമാരുടെ സാന്നിധ്യം വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉടനീളം കാണാം. വിശുദ്ധ സുവിശേഷത്തിലേക്ക് വരുമ്പോഴും പരിശുദ്ധ മാതാവിന് മംഗളവാർത്ത അറിയിക്കാനായിട്ട് ഗബ്രിയേൽ ദൈവദൂതൻ തന്നെയാണ്, മാലാഖയാണ് കടന്നു വരുന്നത്. വീണ്ടും യോസേപ്പ് പിതാവിന് സ്വപ്നത്തിൽ ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ട് ചില മുന്നറിയിപ്പ് കൊടുക്കുന്നു. ഇങ്ങനെ മാലാഖമാരുടെ സാന്നിധ്യം ഉടനീളമുണ്ട്. മാത്രമല്ല, സ്വർഗത്തിൽ ദൈവദൂതന്മാർ അനവരതം ദൈവത്തെ സ്തുതിച്ച് വാഴ്ത്തി പാടുന്നു. അതും മാലാഖമാരുടെ കർത്തവ്യങ്ങളിൽ ഒന്നാണ്, നിരന്തരം ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നുള്ളത്. ഇങ്ങനെ ഒട്ടനവധി മാലാഖമാരുടെ സാന്നിധ്യം കൊണ്ട് നിറഞ്ഞതാണ് നമ്മുടെ ജീവിതം. ഇന്ന് നമ്മൾ അല്പനേരം ഒന്ന് മനസ്സിലാക്കുന്നത് ഇങ്ങനെ പ്രമുഖരായ പ്രശസ്തരായ മാലാഖമാരിൽ ഒരാളായ വിശുദ്ധ മിഖായേൽ മാലാഖയെക്കുറിച്ചാണ്. ആരാണ് വിശുദ്ധ മിഖായേൽ മാലാഖ? വിശുദ്ധ മിഖായേൽ മാലാഖയെക്കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ്: തെരഞ്ഞെടുത്ത ജനത്തിൻ്റെ പ്രഭുവാണ് മിഖായേൽ മാലാഖ. തെരഞ്ഞെടുക്കപ്പെട്ട ജനത്തിൻ്റെ പ്രഭുവാണ് മിഖായേൽ മാലാഖ. ഈ മിഖായേൽ മാലാഖയെക്കുറിച്ച് വീണ്ടും പറയുന്ന ഇപ്രകാരമാണ്: ദൈവത്തിൻ്റെ മുഖമാണ് മിഖായേൽ മാലാഖ എന്നാണ്. പെനിയേൽ, ദൈവത്തിൻ്റെ മുഖമാണ് മിഖായേൽ മാലാഖ. പ്രിയപ്പെട്ടവരെ, മിഖായേൽ മാലാഖയ്ക്ക് പ്രധാനമായിട്ടും ചില ദൗത്യങ്ങളുണ്ട്. ദൈവം ഭരമേൽപ്പിച്ചു കൊടുത്തിട്ടുള്ള ചില കടമകൾ, ചില ഉത്തരവാദിത്തങ്ങൾ, ചില ദൗത്യങ്ങളുണ്ട്. ഒന്നാമത്തെ പ്രധാനപ്പെട്ട ദൗത്യം അത് വിധി നടപ്പാക്കുന്നവനാണ്. വിശുദ്ധ മിഖായേൽ മാലാഖ വിധി നടപ്പാക്കുന്ന മാലാഖയാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ 18-ാം അധ്യായത്തിൽ സോദോം ഗൊമോറയിൽ നമ്മൾ കാണുന്നു, ദൈവം സോദോം ഗൊമോറയിലേക്ക് അഗ്നിയും ഗന്ധവും വർഷിച്ച് നശിപ്പിക്കാൻ തുടങ്ങി. ലോത്തും കുടുംബവും ഓടി രക്ഷപ്പെടുന്നുണ്ട് ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം. അവിടേക്ക് കടന്നു ചെല്ലുന്നത് ഈ വിധി, ദൈവത്തിൻ്റെ ഈ വിധി നടപ്പാക്കാനായിട്ട് കടന്നു ചെല്ലുന്നത്, ദൈവം അയക്കുന്നത് മിഖായേൽ മാലാഖയാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ശക്തമായ വിധത്തിൽ വിധി നടപ്പാക്കുന്ന മാലാഖയാണ് മിഖായേൽ മാലാഖ. പുറപ്പാടിൻ്റെ പുസ്തകം 12-ാം അധ്യായം 18-20 വചനത്തിൽ നമ്മൾ കാണാം,
ഈജിപ്തിലെ ആദ്യജാതരെ മുഴുവൻ വധിക്കുന്നത്, സംഹാര ദൂതനായിട്ട് ചെല്ലുന്നത് ഈ മിഖായേൽ മാലാഖയാണ്. അന്ന് മുന്നറിയിപ്പ് കൊടുത്തു. മിഖായേൽ മാലാഖ ചെന്ന് മുന്നറിയിപ്പ് കൊടുത്തു ഇസ്രായേൽക്കാർക്ക്, ഇതാ ഇന്ന് രാത്രിയിൽ സംഹാരദൂതൻ ഈജിപ്തിലൂടെ കടന്നു പോകും. കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ട്, അതുകൊണ്ട് നിങ്ങളെല്ലാവരും നിങ്ങളുടെ കുടുംബത്തിൻ്റെ കട്ടിലപ്പടിയിൽ മുദ്ര ചാർത്തണം. ഈ കുഞ്ഞാടിൻ്റെ രക്തം കാണുന്ന വീടുകളിലൊന്നും സംഹാരദൂതൻ കടക്കുകയില്ല. നേരെ മറിച്ച് അതില്ലാത്ത സകല കുടുംബങ്ങളിലും സംഹാരദൂതൻ ചെല്ലും, ആദ്യജാതരെ വധിക്കും എന്നുള്ള മുന്നറിയിപ്പ് കൊടുത്തു. പ്രിയപ്പെട്ടവരെ, നമ്മൾ വലിയ ഒരു സത്യം ഈ വചനത്തിലൂടെ മനസ്സിലാക്കുന്നുണ്ട്. അന്ന് രാത്രിയിൽ സംഹാരദൂതനായിട്ട് മിഖായേൽ മാലാഖ വിധി നടപ്പാക്കാനായിട്ട് ഈജിപ്തിൽ ചെന്നു. എന്നിട്ടോ ഈജിപ്തിലെ എല്ലാ കുടുംബങ്ങളിലും, കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ട് മുദ്ര ചാർത്തപ്പെടാത്ത സകല കുടുംബങ്ങളിലും മിഖായേൽ മാലാഖ കയറിയിറങ്ങി അവരുടെ ആദ്യജാതർ വധിക്കപ്പെട്ട ഒരു ചരിത്രം വിശുദ്ധ ഗ്രന്ഥത്തിൽ പുറപ്പാടിൻ്റെ പുസ്തകം 12 അധ്യായം 8-20 വചനങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ ഓർക്കുക, അപ്പോൾ വിധി നടപ്പാക്കുന്ന ദൈവദൂതനാണ് മിഖായേൽ മാലാഖ. ദൈവം എന്ത് പറയുന്നോ അത് അതേപടി ഈ ഭൂമിയിൽ നടപ്പാക്കുന്ന വ്യക്തി. വീണ്ടും അപ്പസ്തോല പ്രവർത്തനങ്ങൾ 12 അധ്യായം 22-23 വചനത്തിൽ നമ്മൾ ശ്രവിക്കുന്നുണ്ട്. ഹേറോദേസിന്റെ വിധി നടപ്പാക്കുന്ന, ഹേറോദേസിനെതിരെയുള്ള വിധി, അത് ആ വചനപ്രകാരമാണ് പറയുന്നത്. പെട്ടെന്ന് കർത്താവിൻ്റെ ഒരു ദൂതൻ അവനെ അടിച്ചു വീഴ്ത്തി. എന്തെന്നാൽ ദൈവത്തിന് അവൻ മഹത്വം നൽകിയില്ല, പുഴുക്കൾക്ക് ഇരയായി അവൻ അന്ത്യശ്വാസം വലിച്ചു. വചനം ശ്രദ്ധിക്കണം. അപ്പോസ്തല പ്രവർത്തനം 12 അധ്യായം 22-23 വചനങ്ങളാണ് പറയുന്നത്. പെട്ടെന്ന് കർത്താവിൻ്റെ ഒരു ദൂതൻ അവനെ അടിച്ചു വീഴ്ത്തി. എന്തെന്നാൽ ദൈവത്തിന് അവൻ മഹത്വം നൽകിയില്ല, പുഴുക്കൾക്ക് ഇരയായി അവൻ അന്ത്യശ്വാസം വലിച്ചു. ഹേറോദേസിനെ കുറിച്ചാണ് പ്രിയപ്പെട്ടവരെ ഇവിടെ പ്രത്യക്ഷപ്പെടുന്ന ദൂതൻ. അത് മിഖായേൽ ദൂതനാണ്, മിഖായേൽ മാലാഖയാണ്. ഹേറോദേസിനെ അന്ത്യത്തിലേക്ക് വലിച്ചിഴക്കുകയും ഹേറോദേസിന്റെ അന്ത്യവിധി നടപ്പാക്കുകയും ചെയ്യുന്ന ഒരു മാലാഖയാണ് ഇവിടെ നമ്മൾ കണ്ടുമുട്ടുന്നത്. അതുകൊണ്ടാണ് മിഖായേൽ മാലാഖയെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് ഒന്നാമത്തെ പ്രത്യേകത, മിഖായേൽ മാലാഖയുടെ ഒന്നാമത്തെ ദൗത്യമാണ് വിധി നടപ്പാക്കുക എന്നുള്ളത്. വീണ്ടും രണ്ടാമതായിട്ട് മിഖായേൽ മാലാഖ വിഗ്രഹാരാധനയെ സമൂലം എതിർക്കുന്ന വ്യക്തിയാണ്. എവിടെ ദൈവത്തിന് എതിരെ മറ്റ് ദൈവങ്ങളെ വെച്ച് പൂജകൾ നടക്കുന്നുവോ, വിഗ്രഹങ്ങളെ പൂജിക്കുന്നുവോ, വിഗ്രഹാരാധനയെ എതിർക്കുന്ന വ്യക്തിയാണ് മിഖായേൽ മാലാഖ. 1 കൊറിന്ത്യൻസ് 10 അധ്യായം 10 വചനപ്രകാരമാണ് പറയുന്നത്, സംഹാരദൂതൻ അവരെ നശിപ്പിച്ചു കളഞ്ഞു. സംഹാരദൂതൻ അവരെ നശിപ്പിച്ചു കളഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇവിടെയും പ്രത്യക്ഷപ്പെടുന്ന ഈ സംഹാരദൂതനായിട്ട് അവതരിക്കുന്നത് അത് മിഖായേൽ മാലാഖയാണ്. എവിടെയൊക്കെ ഇതുപോലെയുള്ള തിന്മകൾ കാണുന്നോ, നമുക്കറിയാം 10 കൽപ്പനകളിൽ ഒന്നാമത്തെ കൽപ്പനയാണ് നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്ക് ഉണ്ടാകരുത് എന്ന്. ഈ കൽപ്പനയ്ക്ക് എതിരായിട്ട് എവിടെയൊക്കെ വിഗ്രഹാരാധനകൾ നടക്കുന്നോ അവിടെയൊക്കെ പ്രത്യക്ഷപ്പെടുന്ന മാലാഖയാണ് വിശുദ്ധ മിഖായേൽ മാലാഖ. സംഹാരദൂതനായിട്ട് അവിടെ അവതരിക്കുന്നു. മൂന്നാമത്തെ പ്രത്യേകത, മിഖായേൽ മാലാഖ അനുഗ്രഹങ്ങൾ നൽകുന്ന മാലാഖയാണ്. ദൈവത്തിൽ നിന്നും അനുഗ്രഹങ്ങൾ മനുഷ്യരിലേക്ക് ചൊരിയുന്ന മാലാഖയാണ് മിഖായേൽ മാലാഖ. നമുക്കറിയാം പഴയ നിയമത്തിൽ ഒരു യാക്കോബ് രാത്രിയിൽ ദൈവദൂതനുമായിട്ട് മല്ലടിക്കുന്നുണ്ട്. ശക്തമായ വിധത്തിൽ മൽപ്പിടുത്തം നടത്തുന്നു. അങ്ങനെ രാത്രി മുഴുവനും മൽപ്പിടുത്തം നടത്തി. അങ്ങനെ പിടികൂടി രാത്രി നേരം വെളുത്തപ്പോഴാണ് യാക്കോബിന് മനസ്സിലായത്, ഞാൻ ഈ സമയം വരെയും മൽപ്പിടുത്തം നടത്തിയായിരുന്നത് അത് ദൈവദൂതനുമായിട്ടായിരുന്നു എന്ന്. അതുവരെ യാക്കോബ് ഇങ്ങനെ മല്ലയുദ്ധം നടത്തിയത് യാക്കോബ് വിചാരിച്ച് എന്നെ കൊല്ലാനായിട്ട് വന്ന ഏതോ ഒരു കാട്ടുകള്ളനാണ്. അപ്പോൾ ഈ കാട്ടുകള്ളനെ തകർക്കാൻ, സ്വന്തം ജീവൻ രക്ഷിച്ച് കാട്ടുകള്ളനെ കൊല്ലാനായിട്ട് യാക്കോബ് 1-2 മണിക്കൂറല്ല, ഒരു രാത്രി മുഴുവനും മല്ലയുദ്ധം നടത്തി. കുറേ നേരം കഴിഞ്ഞപ്പോൾ യാക്കോബ് ചിന്തിച്ചു, എന്തുകൊണ്ടാണ് എനിക്ക് ഈ മനുഷ്യനെ
തകർക്കാൻ തോൽപ്പിക്കാൻ പറ്റാത്തത്? അനേകം മണിക്കൂർ മൽപ്പിടുത്തം നടത്തിയിട്ടും ഈ മനുഷ്യനെ എനിക്ക് തോൽപ്പിക്കാൻ പറ്റുന്നില്ലല്ലോ, ഇവൻ ആരാ, എന്ത് ശക്തിയാ എന്നൊക്കെ യാക്കോബ് ചിന്തിച്ചു. നേരം വെളുത്തപ്പോഴാണ് മനസ്സിലായത് ഇത് ദൈവദൂതനായിരുന്നു എന്ന്. ഉടനെ യാക്കോബ് ദൈവദൂതനെ വട്ടം പിടിച്ചിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ നിന്നെ ഞാൻ വിടുകയില്ല, എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ നിന്നെ ഞാൻ വിടുകയില്ല. ദൈവദൂതൻ യാക്കോബിനെ അവിടെ വെച്ച് സമൃദ്ധമായി അനുഗ്രഹിച്ചു. അങ്ങനെ യാക്കോബ് ഒരു ജനതയുടെ തന്നെ പിതാവായിട്ട് തീർന്നു. പ്രിയപ്പെട്ടവരെ, അപ്പോൾ മിഖായേൽ മാലാഖ അനുഗ്രഹങ്ങൾ ചൊരിയുന്ന മാലാഖയാണ്. മാത്രമല്ല, ഈ മാലാഖയെ കുറിച്ചാണ് യാക്കോബ് പറയുന്നതും വിളിക്കുന്നതും ദൈവത്തിൻ്റെ സേന എന്ന്. ദൈവത്തിൻ്റെ സേന എന്നാണ് മിഖായേൽ മാലാഖയെക്കുറിച്ചും മാലാഖയുടെ വൃന്ദത്തെക്കുറിച്ചും യാക്കോബ് വിളിക്കുന്നത്. ഓർക്കണം പ്രിയമുള്ളവരെ, അതുകൊണ്ട് അനുഗ്രഹത്തിനായിട്ട് നമ്മൾ അഭയം തേടാം, നമുക്ക് ആശ്രയിക്കാവുന്ന ഒരു മാലാഖയാണ് വിശുദ്ധ മിഖായേൽ മാലാഖ. മിഖായേൽ മാലാഖയുടെ തിരുസ്വരൂപം അതുകൊണ്ടാണ് ജെറുസലേം വചനകൂടാരത്തിൽ വിയമരയുടെ തൊട്ട് മുന്നിലായിട്ട് സ്ഥാപിച്ചിരിക്കുന്നത്. തിന്മയെ തകർക്കുന്ന മാലാഖ, വിധി നടപ്പാക്കുന്ന മാലാഖ, അനുഗ്രഹങ്ങൾ ചൊരിയുന്ന മാലാഖ. അപ്പോൾ ഈ മാലാഖയുടെ സാന്നിധ്യം വിളിച്ചപേക്ഷിക്കാനും മാലാഖയോട് പ്രാർത്ഥിക്കാനും നമുക്ക് സാധിക്കണം. അതിനു വേണ്ടിയാണ് നമ്മൾ ഓരോരുത്തരേക്കും നിരന്തരം പ്രാർത്ഥിക്കാൻ വചനകൂടാരത്തിൽ വിശുദ്ധ മിഖായേൽ മാലാഖയുടെ സാന്നിധ്യം ഉറപ്പാക്കിയിട്ടുള്ളത്. വീണ്ടും മിഖായേൽ മാലാഖ മരിച്ചവരെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുപോകുന്ന മാലാഖയാണ് മിഖായേൽ മാലാഖ. മരിച്ച വ്യക്തികളെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുപോകുന്ന വ്യക്തിയാണ് വിശുദ്ധ മിഖായേൽ മാലാഖ. ലൂക്കായുടെ സുവിശേഷം 16 അധ്യായത്തിൽ ധനവാന്റെയും ലാസറിന്റെയും ഒരു ഉപമ കർത്താവ് പറയുന്നുണ്ട്. അതിൽ ധനവാൻ ഒരു മഹാധനവാൻ ഉണ്ടായിരുന്നു, ഒരു ലാസർ എന്ന ദരിദ്രൻ. ധനവാന്റെ വീട്ടുപടിക്കലാണ് ലാസർ കിടന്നായിരുന്നത്. ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷ്ണങ്ങൾ കൊണ്ടാണ് അയാൾ വിശപ്പർക്കിയിരുന്നത്. അയാളുടെ ശരീരം മുഴുവൻ വ്രണങ്ങൾ വന്നു, നായ്ക്കൾ അത് നക്കിയിരുന്നു എന്നൊക്കെ വചനം പറയുന്നു. എന്നിട്ട് അവസാനം പറഞ്ഞു, ധനവാൻ മരിച്ചു, അടക്കപ്പെട്ടു, ലാസർ മരിച്ചു. ദൈവദൂതന്മാർ അവനെ അബ്രാഹത്തിന്റെ മടിയിലേക്ക് സംവഹിച്ചു എന്നാണ് വചനം പറയുന്നത്. ദൈവദൂതന്മാർ അവനെ അബ്രാഹത്തിന്റെ മടിയിലേക്ക് സംവഹിച്ചു എന്നാണ് പറയുന്നത്. ഇവിടെ പരാമർശിക്കപ്പെടുന്ന ഈ ദൈവദൂതൻ അത് മിഖായേൽ മാലാഖയാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് മരിച്ചവരെ ദൈവസന്നിധിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന വ്യക്തിയാണ് വിശുദ്ധ മിഖായേൽ മാലാഖ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ദൈവസന്നിധിയിലേക്ക് എത്താനായിട്ട് വിശുദ്ധ മിഖായേൽ മാലാഖയുടെ മാധ്യസ്ഥവും സംരക്ഷണവും നമ്മൾ നിരന്തരം വിളിച്ച് പ്രാർത്ഥിക്കണം. ദൈവസന്നിധിയിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകാൻ വിശുദ്ധ മിഖായേൽ മാലാഖയുടെ സാന്നിധ്യം അത്യാവശ്യമാണ്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ വിശുദ്ധ മിഖായേൽ മാലാഖ അഞ്ചാമതായിട്ട് ആരാണ് വിശുദ്ധ മിഖായേൽ മാലാഖ എന്ന് ചോദിച്ചാൽ, മിഖായേൽ മാലാഖ സംരക്ഷകനാണ്. ഒരു സാമാന്യമായ ഭാഷയിൽ പറഞ്ഞാൽ ഒരു സെക്യൂരിറ്റി ഗാർഡിൻ്റെ പ്രവർത്തനം മിഖായേൽ മാലാഖ ചെയ്യും. സംരക്ഷണം തരും. തിന്മയിൽ നിന്ന്, തിന്മയുടെ സ്വാധീനത്തിൽ നിന്ന്, തിന്മയുടെ ചായ്വുകളിൽ നിന്ന് വ്യക്തിയെയും കുടുംബത്തെയും സമൂഹത്തെയും നാടിനെയും സംരക്ഷിക്കും വിശുദ്ധ മിഖായേൽ മാലാഖ. നമുക്കറിയാം, പ്രധാനമന്ത്രിമാർക്ക്, രാഷ്ട്രപതിക്ക് അതിവിശിഷ്ടമായ സംരക്ഷണ സേനയുണ്ട്. അവരൊക്കെ അതാണ് SPG എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ്. പ്രത്യേകമായും പരിശീലനം കൊടുത്ത് പ്രത്യേകമായ സംരക്ഷണം ഇങ്ങനെയുള്ള VIP-കൾക്ക് കൊടുക്കാനായിട്ട് ഉള്ള പ്രത്യേക പരിശീലനം സിദ്ധിച്ച കമാൻഡോകൾ, അതാണ് SPG. ഇതുപോലെ നമ്മുടെ നാട്ടിൽ ഓരോരോ നേതാക്കന്മാർക്ക് അവരുടെ ഗ്രേഡ് അനുസരിച്ച് ഉള്ള സംരക്ഷണ സേനയൊക്കെ ഉണ്ട്. പ്രിയപ്പെട്ടവരെ, കർത്താവിൽ വിശ്വസിച്ച് കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്ക് കർത്താവ് യേശുമിശിഹ നൽകുന്ന സംരക്ഷണ സേനയുടെ തലവനാണ് മിഖായേൽ മാലാഖ. അപ്പോൾ ഒരു വിധത്തിൽ പറഞ്ഞാൽ നമുക്കാർക്കും മാനുഷികമായുള്ള ഒരു സംരക്ഷണ സേനയല്ല നമുക്ക് വേണ്ടത്.
നമുക്കറിയാം ഇന്ത്യയിലെ ഒരു മുഖ്യമന്ത്രി, ഇപ്പോൾ ആ വ്യക്തി മുഖ്യമന്ത്രി അല്ല, ഒരു മുഖ്യമന്ത്രി അന്ന് ഉത്തർപ്രദേശ് ഭരിച്ചിരുന്ന സമയത്ത് 200-ലേറെ അംഗരക്ഷകരാണ് ചുറ്റുമുണ്ടായിരുന്നത്. ഒരു വ്യക്തിക്ക് സംരക്ഷണം കൊടുക്കാനായിട്ട് നിയോഗിച്ചിരിക്കുകയാണ് തൻ്റെ അംഗരക്ഷക സേനയിൽ 200-ലേറെ പേര്. പ്രിയപ്പെട്ടവരെ, ഓർക്കുക, കർത്താവിൽ വിശ്വസിക്കുകയും കർത്താവിൽ ആശ്രയിക്കുകയും അങ്ങനെ കർത്താവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി ഇതുപോലെ മാനുഷികമായ മഹാസൈന്യത്തെ തന്നെ തൻ്റെ രക്ഷയ്ക്കായിട്ട് ചുറ്റും നിർത്തില്ല. മിഖായേൽ മാലാഖയുടെ സംരക്ഷണം, മിഖായേൽ മാലാഖയുടെ നേതൃത്വത്തിലുള്ള വലിയ സംരക്ഷണ സേന തന്നെ കർത്താവ് നമുക്കായിട്ട് ഒരുക്കിത്തരും. അതുകൊണ്ടല്ലേ പ്രിയപ്പെട്ടവരെ, കർത്താവ് യേശുമിശിഹ ഗെത്സമേൻ തോട്ടത്തിൽ വെച്ച് പിടിക്കപ്പെട്ടപ്പോൾ പടയാളികളൊക്കെ വന്ന് ഈശോയെ പിടിച്ച് ബന്ധനസ്ഥനാക്കി കൊണ്ടുപോകാൻ തുടങ്ങിയപ്പോൾ പത്രോസ് വാളൂരി അവർ സേവകരിൽ ഒരാളെ വെട്ടി. ഉടനെ ആ മനുഷ്യൻ്റെ ഛേദിക്കപ്പെട്ട ചെവി തൊട്ട് സുഖപ്പെടുത്തിക്കൊണ്ട് ഈശോ പറഞ്ഞു, പത്രോസെ, നിന്റെ വാള് ഉറയിലിടുക. നമുക്ക് ഈ മാനുഷികമായിട്ടുള്ള ഒരു സംരക്ഷണവും വേണ്ട, സംരക്ഷണ സേനയും വേണ്ട. എന്നെ രക്ഷിക്കാനായിരുന്നെങ്കിൽ പിതാവായ ദൈവം ഇതാ ഒരു പരശതം ദൂതന്മാരെ അയക്കുമായിരുന്നു എൻ്റെ രക്ഷയ്ക്കായിട്ട്. ലൂക്കായുടെ സുവിശേഷം 22-ാം വചനത്തിൽ ഈശോ തന്നെ സംസാരിക്കുന്നതാണ്. പരശതം ദൈവദൂതന്മാരെ എൻ്റെ സംരക്ഷണത്തിനായിട്ട് അയക്കുമായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റാനായിട്ട് ഇതാ ഞാൻ നിന്നു കൊടുക്കുന്നു. ലോകത്തിൻ്റെ രക്ഷയ്ക്കായിട്ട് ഞാൻ നിന്നു കൊടുക്കുന്നു. ഇവിടെ പരാമർശിക്കപ്പെടുന്ന പരശതം മാലാഖമാർ, ദൈവദൂതന്മാർ എനിക്ക് രക്ഷയ്ക്കായിട്ട് വരുമായിരുന്നു എന്ന് പറയുന്ന ആ ദൈവദൂതന്മാരുടെ ഒക്കെ നേതാവാണ് മിഖായേൽ മാലാഖ. അപ്പോൾ നമുക്ക് സംരക്ഷണമായിട്ട് മിഖായേൽ മാലാഖയുടെ സാന്നിധ്യം വിളിച്ച് പ്രാർത്ഥിക്കാം. ചെറുപ്പകാലങ്ങളൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. മാലാഖമാരെ സംരക്ഷണം, അതിനുവേണ്ടി വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു നല്ല ശീലം നമ്മുടെ ഒക്കെ ജീവിതത്തിലുണ്ട്. പ്രിയപ്പെട്ടവരെ, അപ്പം മാലാഖയുടെ, വിശുദ്ധ മിഖായേൽ മാലാഖയോട് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ മാലാഖ നമുക്ക് സംരക്ഷണം തരും. പാപത്തിൽ വീഴാതിരിക്കാനുള്ള സംരക്ഷണം, അപകടത്തിൽ പെടാതിരിക്കാനുള്ള സംരക്ഷണം, തിന്മയുടെ ശക്തികളിൽ നിന്നുള്ള സംരക്ഷണം, പൈശാചികമായ ബന്ധനത്തിൽ നിന്നും പൈശാചികമായ ആക്രമണങ്ങളിൽ നിന്നും ഒക്കെ സംരക്ഷണം വിശുദ്ധ മിഖായേൽ മാലാഖ നമുക്ക് തരും. വിശുദ്ധ മിഖായേൽ മാലാഖ ഇതുപോലെ തന്നെ നമ്മളെയൊക്കെ പരിശുദ്ധനായി ജീവിക്കാനായിട്ട് അനുഗ്രഹിക്കും, സഹായിക്കും. തിന്മയിൽ നിന്നും, തിന്മയുടെ ചായ്വിൽ നിന്നും, പാപത്തിൻ്റെ അംശങ്ങളിൽ നിന്നും, അങ്ങനെയുള്ള കൂട്ടുകെട്ടുകളിൽ നിന്നും നമ്മളെയൊക്കെ മോചിപ്പിച്ച് പരിശുദ്ധരായി ജീവിക്കാൻ വിശുദ്ധ മിഖായേൽ മാലാഖ നമ്മളെ ഓരോരുത്തരെയും സഹായിക്കും. പ്രിയപ്പെട്ടവരെ, അപ്പം നമ്മൾ എപ്പോഴൊക്കെയാണോ വിശുദ്ധ മിഖായേൽ മാലാഖയെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്, ആ സമയത്തൊക്കെ പരമപരിശുദ്ധിയിലേക്ക് വിശുദ്ധ മിഖായേൽ മാലാഖ നമ്മളെ നയിക്കും. അപ്പം നമ്മുടെ ഉള്ളിൽ പാപത്തിൻ്റെ ചായ്വുണ്ടെങ്കിൽ, നമ്മുടെ ശീലത്തിലോ സ്വഭാവത്തിലോ പാപത്തിൻ്റെതായ ഒരു ചായ്വുണ്ടെങ്കിൽ അതിൽ നിന്നും ഒരു വിടുതൽ കിട്ടി, ഒരു മോചനം പ്രാപിച്ച് നന്മയിലേക്ക് കടന്നു വരാൻ വിശുദ്ധ മിഖായേൽ മാലാഖയോട് നിരന്തരം നമ്മൾ പ്രാർത്ഥിക്കണം. വിശുദ്ധ മിഖായേൽ മാലാഖയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന വിധത്തിൽ ചെറിയ ചെറിയ സുഹൃത ജപങ്ങൾ ചൊല്ലി മിഖായേൽ മാലാഖയെ വിളിച്ച് പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് വിശുദ്ധ മിഖായേൽ മാലാഖ ഒന്നാമതായിട്ട് വിധി നടപ്പാക്കുന്നവനാണ്. വിശുദ്ധ മിഖായേൽ മാലാഖ രണ്ടാമതായിട്ട് വിഗ്രഹ ആരാധനകളൊക്കെ എതിർക്കുന്ന വ്യക്തിയാണ്. വിശുദ്ധ മിഖായേൽ മാലാഖ നമുക്ക് മൂന്നാമതായിട്ട് അനുഗ്രഹങ്ങൾ നൽകുന്നു. വിശുദ്ധ മിഖായേൽ മാലാഖ നാലാമതായിട്ട് നമ്മളെ ദൈവസന്നിധിയിലേക്ക് മരിച്ചു കഴിയുമ്പോൾ ദൈവസന്നിധിയിലേക്ക് എത്തിക്കുന്നവനാണ്. മിഖായേൽ മാലാഖ രക്ഷിക്കുന്നവനാണ്, ഒപ്പം പാപത്തിൽ നിന്നും നമ്മളെ കാത്തു സംരക്ഷിക്കുന്നവനാണ്. ഈ മാലാഖയുടെ മാധ്യസ്ഥവും സംരക്ഷണവും എന്നും നമുക്ക് അപേക്ഷിക്കാം. നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഞാൻ മിനി, എൻ്റെ സഹോദരൻ്റെ മകളെ സാക്ഷ്യപ്പെടുത്തുന്നു. കഴിഞ്ഞ ജൂൺ മാസം മുതൽ കരൾ സംബന്ധമായ അസുഖത്തെ തുടർന്ന്, എന്ത് സംബന്ധമായ രോഗം? കരൾ സംബന്ധമായ രോഗം അസുഖത്തെ തുടർന്നിട്ട് തൃശ്ശൂരിലും പിന്നെ അവിടുന്ന് എറണാകുളം PVSലും പോയി ചികിത്സിച്ചു.
അവിടുന്ന് ഭേദമാകാതെ വന്നപ്പോൾ വെല്ലൂരിലേക്ക് കൊണ്ടുപോവുകയും അവിടെ ചെന്നപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു കരളിന്റെ 70% നശിച്ചു പോയിരിക്കുകയാണ്. കരളിന്റെ 70% നഷ്ടപ്പെട്ട സിൻഡമോളാണ് ഈ നിൽക്കുന്നത്. അവിടുന്ന് കരൾ റീപ്ലാന്റ് ചെയ്യണമെന്നും 50 ലക്ഷം രൂപ വേണമെന്നുമാണ് ഞങ്ങളോട് ആവശ്യപ്പെട്ടത്. അതിനെ പ്രതി എല്ലാം സജ്ജീകരണം എല്ലാം ചെയ്തെങ്കിലും ഞങ്ങൾ കുടുംബത്തോടെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് സുഖപ്പെടുത്തി സുഖമായി ഓപ്പറേഷൻ കൂടാതെ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തണമെന്നാണ് പ്രാർത്ഥിച്ചത്. ജീവിക്കുന്ന ദൈവമുണ്ടെന്ന് ഞങ്ങളെ കാണിച്ചു തരണമെന്ന് പ്രാർത്ഥിച്ചു. അതിന്റെ ഫലമായി അസുഖമെല്ലാം ഭേദമായി ഇവിടെ തിരിച്ചെത്തിയിരിക്കുന്നു, സാക്ഷ്യപ്പെടുത്തുന്നു. 70% കരള് നഷ്ടപ്പെട്ടു പോയ സിൻഡ അതിന്റെ കരളിന്റെ റീപ്ലാന്റേഷൻ വേണ്ടി 50 ലക്ഷം രൂപ കെട്ടിവെച്ചുകൊണ്ട് ഈ മകൾക്ക് വേണ്ടി ജീവിതം മുഴുവൻ കഴിഞ്ഞു വെച്ചു. എങ്കിലും അവർ ദൈവത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് ജീവിക്കുന്ന ദൈവത്തിന്റെ ഒരു കരം സിൻഡയുടെ കരളിൽ തൊട്ടാൽ ഓപ്പറേഷൻ കൂടാതെ തന്നെ സൗഖ്യപ്പെടുമെന്ന് ഈ കുടുംബം വിശ്വസിച്ചു. ഒരു കുടുംബത്തിന്റെ വിശ്വാസമാണ്. ആ വിശ്വാസത്തിന്റെ ഫലമായിട്ട് ഇതാ എത്ര കാലമായി ചികിത്സ തുടങ്ങിയിട്ട്? 6 മാസമായി. ഇതാ ഇപ്പോൾ ഫൈനൽ റിസൾട്ട് വന്നിരിക്കുന്നു. കരളിന്റെ അസുഖങ്ങൾ വിട്ടുമാറിയെന്നും +1 പഠിക്കുന്ന കുട്ടിക്ക് അവൾക്ക് പഠിക്കാൻ പോകാമെന്നും അവളുടെ ജീവിതം കർത്താവ് തിരിച്ചു കൊടുത്തിരിക്കുകയാണ്. കാര്യങ്ങൾ ഉയർത്തിയടിച്ചുകൊണ്ട് കരള് സൃഷ്ടിച്ച കർത്താവിന് കരളിന്റെ രോഗം മാറ്റാൻ സാധിക്കും. ശരീരം സൃഷ്ടിച്ച കർത്താവിന് ശരീരത്തിന് രോഗമെടുത്തു മാറ്റാൻ സാധിക്കും. കരങ്ങൾ ഉയർത്തിയടിച്ച് മഹത്വപ്പെടുത്താൻ കർത്താവിന് യേശുവേ പാടുക നീ എന്നും